മുമ്പാണ് സരിൻ ഇങ്ങോട്ട് വന്നത്. സ്വാഭാവികമായ ഒരു സീറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, സരിനടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. സന്ദീപ് വാര്യരല്ല സരിൻ, UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPM. രാഷ്ട്രീയമുണ്ട് ഇവിടെ, നിലപാടുണ്ട് ഇവിടെ, ഉത്തരവാദിത്തങ്ങളുണ്ട്. പദവി, അംഗീകാരം എന്നുള്ള വഴികളിലൂടെ പോകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പകരം എന്താണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ പ്രവർത്തകരിലൂടെ, നേതാക്കളിലൂടെ തെളിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന P സരിനാണ് എന്നോടൊപ്പം ഉള്ളത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവിടെ NMR റസാഖാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത എങ്ങനെ കാണുന്നത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ ആൾ എന്നുള്ള വിശേഷണത്തെക്കാൾ കൂടുതൽ CPM-ലെ ഒരു മെമ്പറായ സരിനാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് സാജിദ് പറയുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പാർട്ടി മെമ്പർ എന്നുള്ള രീതിയിൽ ഈ പാർട്ടി എങ്ങനെയാണ് റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെ നോക്കിക്കാണുന്നത്, NMR എന്ന് പറയുന്ന ഒരു ജനകീയനായിട്ടുള്ള സ്വീകാര്യതയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് പാലക്കാടിൻ്റെ പൊതുസമൂഹം വിലയിരുത്തുന്നത്? ഈ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഒരു സ്ഥാനാർത്ഥിത്വം, ഒരു മുന്നണി, അതിലൊരു പാർട്ടിയൊക്കെ തീരുമാനിക്കുമ്പോൾ. ഇത് രണ്ടിലും വളരെ അനുകൂലമായ ഘടകങ്ങളാണ് NMR റസാഖിനുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, വിലയിരുത്തുന്നത്. ഇന്നത്തെ റോഡ് ഷോ കഴിയുന്നതോടുകൂടി, ഇന്ന് വൈകിട്ട് റോഡ് ഷോ ഉണ്ട്, അതോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ വ്യക്തമായ ആളുകളുടെ ഇടയിലേക്കുള്ള ഒരു മതിപ്പുളവാക്കുന്ന രീതിയിലുള്ളൊരു ഒരു റീ എൻട്രി റസാഖിനെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. NMR എന്ന് പറയുന്ന 3 അക്ഷരം LDF എന്ന് പറയുന്ന 3 അക്ഷരത്തിൻ്റെ സിനോണിമായി മാറി അതിൻ്റെ വാക്കിൻ്റെ അതേ അർത്ഥം കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യസ്നേഹമുള്ള മനുഷ്യനായിട്ടൊക്കെ ആളുകൾ എന്നും കണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റേതാണ് NMR, പാലക്കാട് ഇത്തവണ LDF-ൻ്റേതാണ്. ഇപ്പോൾ 3ാം സ്ഥാനത്താണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുക. അത് മൊത്തം മറികടന്ന് ഈ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള മാജിക് എന്താണ്? നിങ്ങളെന്താ ഇത് മാത്രം പരിശോധിക്കുന്നത്? ഏറ്റവും അവസാനം ഈ ജനങ്ങൾ വോട്ട് ചെയ്ത ഇലക്ഷൻ ഏതാ? എന്തോ പാലക്കാടത്തെ CPM-ന് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ CPM എന്തോ തിരിച്ചടി നേരിട്ടു എന്ന് പറയുമ്പോൾ മുഴുവൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ബോധപൂർവ്വം മറക്കുന്നത് എന്താ? പാലക്കാട് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തുകളിലും നിർണായകമായ വോട്ടുണ്ട് എന്ന് തെളിയിക്കാൻ 2.5 മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ ഒരു മുന്നണിയാണ് ഞങ്ങൾ. വെറും 6000 വോട്ടിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസും ഞങ്ങളും തമ്മിലുള്ളത്. ഇത് വസ്തുതയാണ്. 44,000-ന് മുകളിൽ വോട്ട് ഈ 3 പഞ്ചായത്തിലും ഈ മുനിസിപ്പാലിറ്റിയിലുമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യമാണ് NMR റസാഖിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടന്ന വികസനങ്ങൾക്ക് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഈ നാടിന് കൊടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നാടിന് തിരഞ്ഞെടുക്കേണ്ടി വന്ന MLA-മാർ ആരൊക്കെയാണ് എന്നും ഈ നാട് എത്രത്തോളം അവർ അതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വിലയിരുത്തലുമുണ്ട്. പാലക്കാടുകാരനായ ഒരു സ്ഥാനാർത്ഥി പാലക്കാടിന് വേണ്ടി മത്സരിക്കുമ്പോൾ LDF-ൻ്റെ സാധ്യതകളെ ജനങ്ങൾ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വിലയിരുത്തും. ഒരു ഭരണകക്ഷിയുടെ MLA-നെ പാലക്കാടിന് വേണം എന്ന് വിലയിരുത്താനും കൂടിയുള്ള അവസരമാണ് പാലക്കാടിന് NMR-ിലൂടെ ലഭിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ NM കൃഷ്ണദാസിനെ പോലെ വളരെ സീനിയറായ ഒരു നേതാവ്, MP ആയ നേതാവ്, ഈ CPM-കാരനായിരുന്നില്ലെങ്കിലും രാഷ്ട്രീയക്കാരനായ സരിനെ പോലുള്ളൊരു നേതാവ്, അവരെക്കാൾ കൂടുതൽ NMR റസാഖിന് എങ്ങനെ വോട്ട് കിട്ടും? അല്ല, എന്താണ് ഇതൊക്കെയാണോ സ്ഥാനാർത്ഥികളായി വരേണ്ടതെന്നാണോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. NM കൃഷ്ണദാസ് 2016 ഇവിടെ മത്സരിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ സംഘടനാ തലത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ ജില്ലയിൽ മുഴുവനീളം അദ്ദേഹത്തിന് ചുമതലയുള്ള മറ്റ് ജില്ലകളിലൊക്കെ നിർവഹിക്കുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്ന ചുമതല ഞാൻ നിർവഹിക്കുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള ചുമതല നിർവഹിക്കാൻ ഈ പാർട്ടി കണ്ടെത്തിയത് NMR റസാഖിനെയാണ്. അപ്പോൾ ഇതിലെന്തിനാണ് ഈ കമ്പാരിസൻ്റെ ആവശ്യമൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും മറികടന്നാണ് സ്ഥാനാർത്ഥി വരുന്നത് എന്നൊക്കെ കോൺഗ്രസിലെ വേർഷനാണ്. ഇവിടെ അത്തരത്തിലല്ല. ഇവിടെ കിട്ടിയവർ കിട്ടാത്തവർ അങ്ങനെയൊന്നും ഒരു പ്രയോഗമൊന്നും LDF-ൽ ഇല്ല എന്ന് പൊതുജനങ്ങൾക്ക് മീഡിയ വണ്ണിലൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് സരിന് സീറ്റ് ഇല്ലാത്തതിൽ ഈ സഹതാപം, പരിഹാസം എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുണ്ട്. അതൊക്കെ ഒന്ന് വോട്ടായി വന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. LDF-ന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് അത് വരികയും ചെയ്യും. കാരണം ഇങ്ങനെ കളിയാക്കുന്നത് ഒരു രാഷ്ട്രീയമില്ലായ്മയാണ്. ആ രാഷ്ട്രീയമില്ലായ്മയാണ് കോൺഗ്രസ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് NMR റസാഖിന് ലഭിക്കുകയാണെന്നുള്ളതാണ്. അവർ എന്തോ ചെയ്തോട്ടെ എന്നാണ് എൻ്റെ പക്ഷം. ഞാനിതൊന്നും ശ്രദ്ധിക്കാനും പോകാറില്ല. 1.5 വർഷം മുമ്പാണ് സരിൻ ഇങ്ങോട്ട് വന്നത്. സ്വാഭാവികമായ ഒരു സീറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, സരിനടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. സന്ദീപ് വാര്യരല്ല സരിൻ, UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPM. രാഷ്ട്രീയമുണ്ട് ഇവിടെ, നിലപാടുണ്ട് ഇവിടെ, ഉത്തരവാദിത്തങ്ങളുണ്ട്. പദവി, അംഗീകാരം എന്നുള്ള വഴികളിലൂടെ പോകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പകരം എന്താണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ പ്രവർത്തകരിലൂടെ, നേതാക്കളിലൂടെ തെളിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും. അവിടെ നിരാശ എന്ന് പറയുന്നതല്ല, കൂടുതൽ ഉത്തരവാദിത്ത ബോധമാണ് മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാവുക.
ഈ നിരാശ അല്ലെങ്കിൽ ലഭിച്ചില്ല 1.5 വർഷം ഈ കണക്കൊക്കെ ഈ അതിൻ്റെ മാട്രിക്സ് വലതുപക്ഷ രീതി ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള അളവുകോല് വെച്ച് അളക്കാൻ തോന്നുന്നത്. അത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.